ഏതൊരാണും നോക്കും. റിലേഷൻഷിപ്പ് ഇപ്പൊ ഇല്ല. അത് ചോദിച്ചപ്പോ ചോദിക്കണ്ട. മുമ്പ് ഫസ്റ്റ് ഇതിലേക്ക് ഇറങ്ങിയപ്പാട് ഇറങ്ങിയ ആ ഒരു സമയം ഫസ്റ്റ് സമയത്ത് നാട്ടുകാർക്കെല്ലോ കുറച്ച് ചൊറച്ചിലെല്ലാം ഉണ്ടായി. പർദ്ദ ഇടണോ നിർബന്ധം ഉണ്ടോ? ഒന്നുമില്ല. ഇസ്ലാമിന്റെ അതല്ല പറഞ്ഞത്. മുസ്ലിംസിന് അങ്ങനെ അങ്ങനെ നടക്കണം അങ്ങനൊന്നുമില്ല. അതൊരാളെ ചോയ്സ്. ഇസ്ലാമിലുണ്ട്, അത് ഞാൻ പറയുന്നില്ല, നമുക്ക് പറയാനില്ല. എന്താ പറയാ, മറ വേണം. നമ്മൾ ഇത്ര വർക്ക് ചെയ്തതിലും എക്സ്പോസ് ചെയ്തിട്ടാണ് ഞാൻ ഉറപ്പ് ചെയ്യുന്നത്. ഞാൻ മോഡലിംഗ് ചെയ്യുന്നുണ്ട്, മോഡലിംഗിലും ഞാൻ എക്സ്പോസ് ചെയ്യലില്ല. നീറ്റായ ഡ്രസ് ഞാൻ വിടുന്നു. ഞാൻ ഒരിക്കൽ റീലിട്ട് തലയിൽ കൂടെ തട്ട ഇട്ടിട്ട് എന്റെ തട്ട വിട്ടതായിരുന്നു പ്രശ്നം. പുള്ളി അവര് നോക്കുന്ന ഡ്രസ്സ്, ഞാൻ മുസ്ലിം അല്ല, ഡ്രസ്സായിരുന്നു പ്രശ്നം അവർക്ക്. നോർമലി ഇപ്പൊ വീഡിയോസ് ഇടുമ്പോക്ക് തട്ടില്ല, അപ്പൊ ആ ഒരു മൈൻഡിൽ വിട്ട് ഇത് തട്ട് വിട്ടിട്ട് ബാക്കിയുള്ളതെല്ലാം കാണുമ്പോക്ക് നമ്മള് മുസ്ലിം, നമ്മൾ അത് ഉദ്ദേശിച്ചു തലയിൽ കൂടെ ജസ്റ്റ് ഒരു ഷോൾ ഇട്ടു. പക്ഷെ കമന്റ്സ് വന്നൊക്കെ നിങ്ങളുടെ ഏരിയയിലുള്ളവർ അങ്ങോട്ടായിരുന്നു, എന്തോ ഈമാനുള്ള ഞാൻ വെച്ചെന്തോ നല്ലത് പറയുന്നത് എന്നെ, നല്ല ഇമ്മനത്തുള്ള കുട്ടി എന്നൊക്കെ പറയത്തില്ലേ, ഞാൻ അതാ വിചാരിച്ചത്. അയ്യോ അത് ഒത്തിരി ഓർമ്മിക്കല്ലേ. മിമിക്രി നീ ചെയ്യും എനിക്കറിയാം. ദിലീപിന്റെ ചെയ്യുന്നത് മറ്റേ പൊട്ടനായിട്ട് പഞ്ചാബി ഹൗസിൽ പൊട്ടനായിട്ടുള്ള നീ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറയാം. കഴിച്ചായിരുന്നു ഒന്നും മേടിച്ചു കൊടുത്തില്ല. എന്താ മേടിച്ചു കൊടുക്കാത്ത? ഞാനും പൊട്ടനാ. എന്റെ രമണ ഞാൻ കഴിച്ചു പറഞ്ഞു വിശക്കുന്നെന്താ പറയുന്നേ? ഇല്ല ഞാനൊരു പൊട്ടൻ, ഇയാള് പൊട്ടൻ. പൊട്ടനാ. വേറെ എന്തൊക്കെ അറിയാം മിമിക്രി? ഇപ്പൊ വേറെ ആൾക്കാരുടെ ഇത് അടിപൊളിയായിട്ട് ചെയ്ത ഇപ്പൊ ചില ബോയ്സിനെ പെൺകുട്ടി വണ്ണം വച്ചിരുന്ന അതും കുഴപ്പം, സ്ലിം എന്താണ് നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ നോക്കുന്നത് ചോദിക്കുക അല്ലേ? എന്താണ് നിങ്ങൾ പെണ്ണുങ്ങളിൽ കാണുന്നത്? നീ പെണ്ണുങ്ങളെ നോക്കത്തില്ലേ? ആണുങ്ങളെ നോക്കണം, പെണ്ണുങ്ങളെ നോക്കത്തില്ല. കണ്ണാടി നീ മാറ്റി, നീ ഒത്തിരി നേരെ കണ്ണാടി നോക്കി, നീ എങ്ങോട്ടാ നോക്കുന്നേന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നത്. എന്താ ഒന്ന് ഒരിക്കൽ കണ്ണാടി നോർമലി കാണുമ്പോ എന്തായാലും ശ്രദ്ധിക്കുന്നത്? ചോദിക്കാം കാണുമ്പോ ലുക്കില് ചോദിക്ക് ചേച്ചി, ചോദിക്ക്. വെളുപ്പ് വേണ്ട, അവന് ക്രീമിന്റെ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, കൊടുത്തോളും. ഇതൊക്കെ ഉഡായിപ്പ. ചേച്ചിക്ക് എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? ഏതൊരാണും നോക്കൂല പറയാൻ പറ്റോ? ഞങ്ങൾക്ക് നോക്കൂല പറയാൻ പറ്റും. ഈ ആണുങ്ങൾക്ക് മാത്രാണോ നിങ്ങൾ പറഞ്ഞ ആ സാധനം ഉള്ളത്? എന്തോ പറഞ്ഞില്ല. ഞാൻ നമുക്കിപ്പോ ആണുങ്ങളെ കാണുമ്പോക്ക് എന്ത് നോക്കാൻ പറ്റൂ? നമ്മ ചിലപ്പോ മുടി നോക്കും, ആണുങ്ങൾക്ക് മാത്രമാണ് വികാരം. പെണ്ണുങ്ങൾക്കുണ്ട്, പക്ഷെ പെണ്ണുങ്ങളെ ബോഡി അതും ഇത് നോക്കത്തില്ല പെട്ടെന്ന്. നിങ്ങൾ കുറെ മറ്റേതില്ലേ എന്താ പറയാ, നമ്മള് ഫുഡ് സ്ട്രീറ്റിൽ ഇറങ്ങുന്ന ആളുകളില്ലേ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കണം, നിങ്ങൾ ഫസ്റ്റ് ആണുങ്ങളെ എന്താ? ഞാൻ കണ്ണാ നോക്കുന്നത്, സീരിയസ്ലി കണ്ണും നിന്റെ എത്ര നേരം കൂളിംഗ് ഗ്ലാസ് മാറ്റാൻ പറഞ്ഞു വന്ന നേരം തൊട്ട് ഞാൻ അവരുടെ കണ്ണ് ഉടായിപ്പാണ്. കണ്ണാടി വെച്ച് എങ്ങോട്ട് നോക്കുന്നതും അറിയത്തില്ലല്ലോ. കണ്ണിന് നോക്കിട്ട് എന്താ കാര്യങ്ങൾ? ചേച്ചിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ ബോയ്സ് എന്താണ് പെണ്ണുങ്ങളിൽ നോക്കുന്നത്? നോക്കാതെ നോക്കൂല. ഓക്കെ, അപ്പൊ ചേച്ചിക്ക് സങ്കല്പത്തിലുള്ള ഹസ്ബൻഡ് എങ്ങനെയായിരിക്കണം? നാണം വരുന്നു. ഇപ്പൊ ഭയങ്കര ഫാൻസ് ഒക്കെ ഉള്ളതില് കേക്കിട്ട ആൾക്കാർ ഇങ്ങനത്തെ ആളിനാണ് വേണ്ടത്.
ആണാവണം. ആള് പിന്നെ ആണല്ലാണ്ട് പിന്നെ പെണ്ണ് കുറച്ചു ലുക്കിലല്ല കാര്യം. അത് പിന്നെ പരീക്ഷിക്കണം. അതിങ്ങനെ നോക്കിട്ട് വരാന്ന് പറ്റൂല. ഞാൻ ആ ടൈപ്പല്ല. അതിപ്പോ വരും, കേന്ദ്രത്തിൽ നിയമം വരും. എന്തോ നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ പരീക്ഷിച്ചോ, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ കല്യാണം കഴിക്കാം. നിനക്ക് അങ്ങനെ നിയമമാണോ വേണ്ടത്? ഇപ്പൊ എന്നെ ഇക്കണ്ട, ഞാൻ കല്യാണം ടോപ്പിക്ക് വേറെ പോകുന്നു ചേച്ചി പറഞ്ഞു. ഇപ്പൊ നമുക്ക് ആണിനും പെണ്ണിനും തിരിച്ചറിയാത്തൊരവസ്ഥയാണ്. ജെൻഡറിൽ ഇതാണെന്നും പെണ്ണിനെ കണ്ടെങ്കിൽ ഇത് പെണ്ണും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എന്നെ കണ്ട് പെണ്ണിട്ട് തോന്നിയില്ലേ? അവനെ കണ്ടു ആണ് തോന്നിയില്ലേ? അങ്ങനത്തെയും പെണ്ണായിട്ട് വന്നിട്ടാകുമ്പോ നമ്മ ബാക്കിൽ നിൽക്കേണ്ട സൗന്ദര്യം ആൾക്കാരും ഉണ്ട് ഇപ്പൊ ഫീൽഡില്. നല്ലൊരു മനുഷ്യനായ മതി, നമ്മളെ മനസ്സിലാക്കുന്ന. ഓ ചുമ്മാ അങ്ങ് പറയുമ്പോ വലിയ സൗന്ദര്യം വേണമെന്ന് നമുക്ക് ഇല്ലേ ഇല്ല, അങ്ങനത്തെ ഒരു ഇതേ ഇല്ല. സൗന്ദര്യത്തിന്റെ അങ്ങനെ ആൾക്കാരൊന്നും എല്ലാവരും നോർമൽ അല്ലേ, പക്ഷെ നമ്മള് അണ്ടർസ്റ്റാൻഡിങ് ആ ഒരു ലെവലിൽ പോണം. റിലേഷൻഷിപ്പ് ഇപ്പൊ ഇല്ല, അത് ചോദിച്ചപ്പോ ചോദിക്കണ്ട. അപ്പൊ മനസ്സിലായി റിലേഷൻഷിപ്പ് റിലേഷൻ ഇല്ലേ? അത് ചോദിക്കണ്ട. എടാ നീ യഥാർത്ഥ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പറയണേ, എനിക്കുണ്ട്. എടാ നീ പറ, നിനക്ക് റിലേഷൻ ഉണ്ടെങ്കിൽ നീ ഓപ്പൺ ആയിട്ട് പറയൂ. നിനക്ക് റിലേഷൻ ഉണ്ടോ? എനിക്ക് റിലേഷൻഷിപ്പ് ഇല്ല. ചേച്ചിയുടെ ഒപ്പീനിയൻ എന്തോ? ഇപ്പൊ ആരെയും സ്നേഹിക്കാൻ പാടില്ല, വിശ്വസിക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരു തോട്ടുണ്ടോ? ഉണ്ട്. ആരെയും വിശ്വസിക്കാൻ പാടുണ്ടോ ചോദിച്ചെങ്കിൽ എന്നെ വിശ്വാസമല്ലേ? ആരെയും നമ്മള് സെൽഫ് അല്ലാതെ പിന്നെ ഒരാളെ കണ്ണടിച്ച് വിശ്വസിക്കുന്നത് നല്ലതിനല്ലേ.